കല്യാണം എന്ന് പറഞ്ഞാൽ സേവ് ദ ഡേറ്റ് മുതൽ അന്ന് രാത്രിയുള്ള റിസപ്ഷൻ കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആക്കുന്ന വരെയുള്ള കാര്യങ്ങൾ ഫുൾ ടെൻഷനാണ് അല്ലേ. ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ ടെൻഷനാണ് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ്. ഈ ഓർണമെൻറ്റ്സിന് മാച്ചിങ് ആയിട്ടുള്ള ബാക്കി ഓർണമെൻറ്റ്സ് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ലെയർ അല്ലെങ്കിൽ ഷോമാല. നമുക്ക് കഴുത്തിന് ഓൾറെഡി ഇട്ടിരിക്കുന്ന ചോക്കർ അല്ലെങ്കിൽ ബാക്കിയുള്ള ഓർണമെൻറ്റ്സിന് മാച്ചിങ് ആയിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ആ ഡിസൈൻസിൽ വെറൈറ്റീസ് ഉള്ള ഡിസൈൻസിൽ നമുക്ക് മാച്ചിങ് ആയിട്ട് എടുക്കാൻ പറ്റണം. അതിനൊക്കെ ഒരുപാട് കളക്ഷനുള്ള ഒരു സ്ഥലത്ത് തന്നെ പോകണം അല്ലേ. ഇങ്ങനെ കളക്ഷനുള്ള സ്ഥലത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ ആ സ്ഥലം ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരൊറ്റ ഉത്തരവ് പറയാനുള്ളൂ, നമ്മുടെ സ്വന്തം പരക്കാട്ട് ജ്വല്ലേഴ്സ്. യെസ്, അപ്പം നമ്മൾ ഇന്ന് പരക്കാട്ട് ജ്വല്ലേഴ്സിൽ മാമിനെ പരിചയപ്പെടുത്തണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട പ്രീതി മാം. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഷോമാലകളാണ്. ആദ്യം നമ്മുടെ ട്രഡീഷണലിൽ നിന്ന് തുടങ്ങാം. കാരണം ഇത് നമ്മുടെ ട്രഡീഷണൽ രൂപം കഥകളി രൂപമാണ്. നമ്മുടെ സാംസ്കാരിക പൈതൃകം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഓർണമെൻറ്റ്സിലും നമ്മൾ കഥകളി കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് വർക്ക് തന്നെയാണ് ഇതും വരുന്നത്. നിറച്ച് ഡള്ളെല്ലാം ചെയ്തിട്ട് ഫേസ് നന്നായി കഥകളി രൂപം ചെയ്ത് ക്രൗൺ പോർഷനെല്ലാം ചെയ്തിട്ട് ഡൾ വർക്കാണ് ഇതിൽ ചെയ്യുന്നത് മുഴുവനായിട്ട്. പിന്നെ ഈ ബോൾസ് എല്ലാം ഉള്ളി ബോൾ എന്ന് പറയും. ഉള്ളി ബോളും പ്ലെയിൻ ബോളും കൂടെ ചേർത്തിട്ട് കോർത്ത് വെച്ച് വിളക്കി യോജിപ്പിക്കുന്നതാണ് ഇവിടെ യോജിപ്പിച്ച് കാരണം അത് ആ സ്റ്റെപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ കൂടെ നമ്മുടെ പാലയ്ക്ക അതൊരു കോമ്പിനേഷൻ ചെയ്യാനായിട്ട് അങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പാലയ്ക്ക തന്നെ ജിംഖാസൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം, പാലയ്ക്ക ബാംഗിൾസ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പാലയ്ക്ക ഇതുപോലെ കഥകളി തന്നെ വെച്ചിട്ട് നമുക്ക് പെൻഡൻ്റ് ഉണ്ട്, സ്റ്റഡ് ഉണ്ട്, വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഒത്തിരി സിമ്പിളായിട്ട് വേണം. ഇനി മാല ഒത്തിരി ഗോഡിയാണ്, അപ്പോൾ പിന്നെ ചെറിയ സിമ്പിളായിട്ട് മതി. ഇനി യോജിക്കുന്ന കഥകളി തന്നെ രൂപം വരുന്ന സ്റ്റഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിക്കും വേറൊരു നെക്ലേസിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നിറഞ്ഞു കിടക്കാൻ പാകത്തിനുള്ള ഒരു നെക്ലേസ്. അത് നമ്മുടെ ട്രഡീഷനോട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. കഥകളി എന്ന് പറയുമ്പം നമ്മുടെ ട്രഡീഷൻ നാടൻ അല്ലേ. പക്ഷെ അത് മാലയിലേക്ക് വരുമ്പം അതിപ്പോൾ മോഡേൺ എന്ന് വിളിക്കണോ ഇനി ട്രഡീഷൻ എന്ന് വിളിക്കണോ ഇനി രണ്ടിനെ ഒരു കോമ്പിനേഷൻ എന്ന് വിളിക്കണോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ വിളിക്കേണ്ടത്. കാരണം രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന മോഡേൺ ആയിട്ടുള്ള ഒരു നെക്ക് വെയറിൽ എന്താ പറയുക പഴയ ആ ഒരു ട്രഡീഷനെ കൊണ്ടുവന്ന എങ്ങനെയിരിക്കും ആ ഒരു രീതിയിലാണ് ഈ നെക്ക് വെയർ ചെയ്തിരിക്കുന്നത്. കഥകളിയുടെ രൂപം കാണാം, അതുപോലെ ട്രഡീഷണലി നമ്മൾ കാണാറുള്ള സെയിം ഷേപ്പിലും കളറിലുള്ള പാലയ്ക്ക കാണാം. ഇനി കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതേ സൈഡിലൊക്കെ കുറച്ച് അധികം ഹാങ്ങിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുത്തൊക്കെ വെച്ചിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെയർ ആയിട്ട് ഉപയോഗിക്കുന്ന മാലയാണ്, അല്ലെങ്കിൽ ഷോമാല എന്നൊക്കെ വിളിക്കാമെങ്കിലും ഇത് ഫുള്ളായിട്ട് നിറഞ്ഞ് കിടക്കും. ഒരു മാല ഇട്ടാൽ മതി, നിങ്ങൾ ചോക്കർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു മാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മാരേജ് ഫംഗ്ഷൻ മാത്രമല്ല, അല്ലാതെ ചിലപ്പോൾ അമ്പലത്തിൽ പോകാൻ, അതല്ലെങ്കിൽ ഒരു ഓണം, വിഷു എന്ന് പറയുന്ന ഈ സന്ദർഭത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് ആ കോസ്റ്റ്യൂംസിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ഇണങ്ങി പോകുന്ന ഒരു ഐറ്റമാണ്. എന്തായാലും ഭയങ്കര വ്യത്യസ്തമായിട്ടുണ്ടെന്ന് ചുമ്മാ പറയുന്നതല്ല, അത്രയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. കാരണം അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. കഥകളിയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും മാലയിൽ കണ്ടിട്ടുണ്ടോ? കണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡി കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഒരു ആ ഡിവൈൻ കളക്ഷൻ തന്നെ റൂബി സ്റ്റോൺസൊക്കെ ഹാങ് ചെയ്തിട്ട്
ഇതിലും നമ്മൾ കുറച്ചുകൂടെ ഇതിൽ പോട്ടാ സ്റ്റോൺസ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, റൂബി എമറാൾഡ് സ്റ്റോൺസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതും ആ ഒരു യെല്ലോ, ബ്രൈറ്റ് യെല്ലോ എന്നുള്ള കോൺസെപ്റ്റ് വിട്ടിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ പറ്റിയ ഒരു ഷെയ്ഡിലേക്ക് ഗേരു കളക്ഷൻ തന്നെയാണ്. ചെട്ടിനാട് കളക്ഷൻ്റെ ഒരു വെറൈറ്റി, അതിനോട് ചേരുന്ന ജിംക ഉണ്ട്. അപ്പോൾ ആ ഒരു അതിലും ഹാൻഡ് വർക്കും കുറേ ഒത്തിരി മോട്ടീഫ്, നല്ല ഫ്ലോറൽ ലീഫ് എല്ലാ മോട്ടീവ്സും എല്ലാം വെച്ചിട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതും നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ ഏറ്റവും പറ്റിയ ഒരു യങ്സ്റ്റേഴ്സിന് സ്വർണം വേണമെന്ന് പറഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്വർണം വേണം, സ്വർണ്ണം ഇല്ലാണ്ട് പറ്റില്ല. അപ്പം നമുക്കാണെങ്കിൽ സ്വർണ്ണം ഇടാൻ അങ്ങോട്ട് ആ മഞ്ഞലോഹത്തോടുള്ള ഭ്രമം അധികം ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ആഭരണങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. മാത്രമല്ല ഒരു കോപ്പർ ഷെയ്ഡുള്ള സാരി, ആ സാരിയുടെ ബോർഡർ കസവ് വരുന്ന ഒരു കോപ്പർ ഷെയ്ഡൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ആയിരിക്കും അതിനോട് കുറച്ചുകൂടി മാച്ചിങ് ആയിട്ട് പോകുന്നത്. മാത്രമല്ല കൂടുതൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസ്ഡ് അല്ലെങ്കിൽ ചെട്ടിനാട് കളക്ഷനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, സാധാരണ ജ്വല്ലറി അതായത് ഗോൾഡ് ജ്വല്ലറിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ ഇടുന്നതെങ്കിൽ ചെട്ടിനാട് കളക്ഷൻ്റെ മേക്കിംഗ് ചാർജ് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ അറിയാം, ഞാനൊന്നും പറയുന്നില്ല അല്ലേ. ചെട്ടിനാട് നമുക്ക് അടുക്കാൻ പറ്റാത്ത മേക്കിംഗ് ചാർജ് ആണ്. പിന്നെ ഡയമണ്ട്സിൻ്റെ ഒക്കെ കാര്യം പറയുന്നത് അത് ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കും, പക്ഷേ ചെട്ടിനാടിന് ഭയങ്കര മേക്കിംഗ് ചാർജാണ്. അപ്പം അതിനെ ആ ഒരു പ്രശ്നങ്ങളൊന്നും നമ്മളെ അലട്ടത്തില്ല. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സൈഡിലുള്ള ചെയിൻസ് ഒക്കെ ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് ഓരോരോ റൂബി എമറാൾഡ് ഓൾട്ടർനേറ്റീവായിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. ഓരോ പെറ്റലിലും ചെറിയ പ്രിൻസ് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെൻഡൻ്റ് ആണെങ്കിലും ഒരു ഭഗവതി ഉണ്ട്, കുറേ ഫ്ലോറൽ ഡിസൈൻസ് ലീഫൊക്കെ ആയിട്ട് ഒരു ഭയങ്കര ഒരു നോർമലി നമ്മൾ കാണാറുള്ള ഒരു പെൻഡൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചധികം ഡിസൈൻസ് ഒക്കെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാങ്ങിങ്സ് ആണെങ്കിലും 3 പെൻഡൻ്റ് ഉണ്ട്, അതിൻ്റെ നടുക്ക് റൂബിയുടെ സ്റ്റോൺ ഉണ്ട്. പിന്നെ ഇയറിങ്സ് ഒക്കെ ഇതെല്ലാം നമുക്ക് വേറെ ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതേ കളർ കോമ്പിനേഷൻസിനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പല വെറൈറ്റീസും, അതിപ്പോൾ ബാംഗിൾസിലാണെങ്കിലും ഫിംഗർ റിങ്സ്, ഇയറിങ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങോട്ട് വരണം കേട്ടോ. അടിപൊളി കളക്ഷൻസ് കാണാൻ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള പറക്കാട്ട് ജ്വല്ലറി ഷോറൂം ഏതാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, എന്നിട്ട് ഓടി ഓടി അങ്ങോട്ട് പോകും. പിന്നെ ഞങ്ങളിപ്പോൾ കാണിച്ച കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മാല ഇഷ്ടപ്പെട്ടു, ഈ മാല ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കസിൻസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചാനലിൻ്റെ അല്ലെങ്കിൽ ഈ കണ്ടന്റ് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം പുതിയൊരു ദിവസം കാണുന്നതുവരെ ബൈ ബൈ.